ഹായ് ഗൈസ്, അപ്പം റിനൽ ഫിസിയോളജി എക്സ്പേർട്ട് ജി എഫ് ആർ ഇതുവരെ കണ്ട പോലെ ചെറിയ ഒരു വീഡിയോ അല്ലെങ്കിൽ കുറച്ച് കണ്ടൻറ്റോ ആയിരിക്കില്ല. എന്നുവെച്ചാൽ ഒരുപാടില്ല, കേട്ടാൽ കേട്ടിരുന്ന കത്തുന്ന രീതിയിലുള്ള സാധനങ്ങളുള്ളൂ. കുറച്ച് പുതിയ വാക്കുകളും കുറച്ച് കണക്കൂട്ടലുകളും മാത്രമേ ഉള്ളൂ. സംഭവം എളുപ്പമാണ്, നോക്കിക്കോളി. അപ്പോൾ ഇനി ഫസ്റ്റ് ജി എഫ് ആർ പറയുന്ന മുന്നേ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പറയാം. നമ്മൾ നേരത്തെ മുന്നത്തെ കണ്ടൻറ്റിൽ പറഞ്ഞ എന്തൊക്കെയായിരുന്നു, നമ്മൾ എവിടെ മുതലാണ് തുടങ്ങിയത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റീനൽ ഫിസിയോളജി. അപ്പോൾ ആദ്യം നമ്മൾ കിഡ്നിയെ പറ്റി, ഫങ്ഷണൽ അനാട്ടമി കണ്ടു, പിന്നെ നെഫ്രോണെ പറ്റി കണ്ടു, നെഫ്രോണിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് കണ്ടു. അതിൽ നെഫ്രോൺസ്, നമ്മൾ ഗ്ലോമർലെസ്, റീനൽ ട്യൂബ്യൂൾ, ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഗ്ലോമർലെസ്സിലേക്ക്, അതായത് അഫറൻ്റ് ആർട്ടീരിയോ, നമുക്കറിയാം ഇങ്ങനെയാണ്. ഇതൊരു ബൊമാൻസ് ക്യാപ്സ്യൂളാണെങ്കിൽ ഇവിടെ ആര് വരും? ഇവിടെ വെസൽസ് വരും, ഡിഫറെൻറ്റ് ആർട്ടീരിയോൾ വരും. എന്നിട്ട് ഇവിടുന്ന് ഫിൽട്രേഷൻ നടക്കും. എന്നിട്ട് ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പോകും. അവിടെ ഗ്ലോമറുലാർ മെമ്പറൈൻ അഥവാ ഫിൽട്രേഷൻ മെമ്പറൈൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതേ പരിപാടി. അപ്പം ആ തുടക്കത്തിൽ ആ ഒരു ഫിൽട്രേഷൻ, അതായത് നമ്മുടെ അഫറൻ്റ് ആർട്ടീരിയോളുടെ ആ എൻഡോത്തീലിയൽ മെമ്പറൈനും ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ മെമ്പറൈനും ആ പോഡോസൈറ്റ്സും തമ്മിലുള്ള ഒരു ഫിൽട്രേഷൻ, ആ ഇടയിൽ നടക്കുന്ന ഒരു ഫിൽട്രേഷൻ പരിപാടി, അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇതൊരു ബാക്കി നോക്കാം. ഇപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പറഞ്ഞതിന് മുന്നേ കുറച്ച് അധികം കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് സ്റ്റാർലിംഗ് ഫോഴ്സസ് എന്ന് പറഞ്ഞ സാധനം, അല്ലേ? വല്ലാണ്ട് പ്രാന്താക്കുന്ന സാധനമാണ് സ്റ്റാർലിംഗ് ഹൈപ്പോത്തസിസ്. അതൊന്ന് തീരുമാനമാക്കാം. സ്റ്റാർലിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ അതെന്താ വെച്ചാൽ, ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് അക്രോസ് കാപ്പിലറി. ഒരു കാപ്പിലറി, അതായത് ഒരു ബ്ലഡ് വെസൽ, കാപ്പിലറി വാൾ എടുത്തു കഴിഞ്ഞാൽ ആ കാപ്പിലറി വാളിൻ്റെ അക്രോസുള്ള ഫ്ലൂയിഡ് മൂവ്മെൻറ്റ്, അതായത് ഇപ്പം വെസലിൻ്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് പോകുന്നതോ അതോ വെസലിൻ്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്നതോ, ഈ രണ്ട് സാധനത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് രണ്ട് പ്രഷറിൻ്റെ ബാലൻസാണ്. അതായത് ഇതിപ്പോൾ ഒരു വെസലാണെങ്കിൽ, ഒരു വെസൽ കണക്കാക്കുകയാണെങ്കിൽ ഈ വെസലിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും ആ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്നതുമായ ഫ്ലൂയിഡ് മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് പ്രഷറിൻ്റെ ഇടയിലുള്ളൊരു ബാലൻസാണ്. ഏതൊക്കെയാണത്? ആ പ്രഷർ ഏതൊക്കെയാണ്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും അതുപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷറും. The fluid movement across capillary wall is governed by a balance between two pressures, that is hydrostatic and osmotic pressure. ഇനി ആ പ്രഷർ എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ്. സെൻറ്റൻസ് നോക്കിയാൽ മതി, സെൻറ്റൻസ് നോക്കിയാൽ തന്നെ കത്തും. ഇറ്റ് ഇസ് എ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ്. ഇപ്പോൾ ഇവിടുത്തെ ഫ്ലൂയിഡ് ഏതാ? ബ്ലഡ്. എഗെയിൻസ്റ്റ് ദ വാൾ ഓഫ് കാപ്പിലറി. നമ്മൾ അഫറൻ്റ് ആർട്ടീരിയൽ എൻഡോത്തീലിയൽ വാളിന് എൻഡോത്തീലിയൽ വാളിലേക്ക് ഈ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് കൊടുക്കുന്ന ഒരു പ്രഷർ. ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ഫ്ലൂയിഡ് അഗൈൻസ്റ്റ് ദ വാൾ ഓഫ് കാപ്പിലറി ടു മൂവ് ഔട്ട് സൈഡ്. അവൻ എന്താക്കണം? പുറത്തേക്ക് പോകാനുള്ള ത്വര. അതാണ് ഇവിടുത്തെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. നിൽക്കട്ടെ. അടുത്ത് ഓങ്കോട്ടിക് പ്രഷർ. ഇവിടെ ഓസ്മോട്ടിക് പ്രഷറാണ്. ഇവിടെ ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പ്ലാസ്മ പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രഷർ നമ്മൾ വിളിച്ച പേരാണ് ഓങ്കോട്ടിക് പ്രഷർ. ഇവിടെ ബ്ലഡ് ആണല്ലോ, അപ്പോൾ പ്ലാസ്മയിൽ പ്രോട്ടീൻസ് ഉണ്ടല്ലോ, ആ പ്രോട്ടീൻസ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറായിരിക്കും ഓസ്മോട്ടിക് പ്രഷർ. അത്രയും ഓക്കെ. ഇനി നോക്കിക്കോളി. ദ പ്രഷർ എക്സെപ്റ്റ് ബൈ ദ പ്രോട്ടീൻസ് ഇൻ ദ ബ്ലഡ് പ്ലാസ്മ, മെയിൻലി ആരാ ഉള്ളത്? ആൽബുമിനാണുള്ളത്. ദാറ്റ് ഡ്രോസ് ദ വാട്ടർ ബാക്ക് ഇൻ ടു ദ കാപ്പിലറി. അതായത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുമ്പം നമ്മൾ ആലോചിക്കുക, അതായത് ഈ മെയിൻലി ഓസ്മോട്ടിക് പ്രഷർ വരാൻ കാരണം എന്താ? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. പ്ലാസ്മ, അതുപോലെ തന്നെ പുറത്തേക്കുള്ള ഭാഗം. ഈ ബ്ലഡിൻ്റെ ഉള്ളിൽ ആരുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. ഇൻ്റർസിഷ്യത്തിൽ പ്രോട്ടീൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ത് വരും? പുറത്തേക്ക് പോകുമ്പോൾ ത്വര വരും. അവിടെ ഒരു പ്രോട്ടീൻ ഗ്രേഡിയൻ്റ് ഉണ്ട്. അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ എന്താക്കും? പുറത്തേക്കുന്ന വെള്ളത്തിനെ ഉള്ളിലേക്ക് വലിക്കും. അവൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പ്രോട്ടീന് പുറത്തു പോകാൻ പറ്റില്ല. അപ്പോൾ നിലവിലെ സ്ഥിതി എന്താ വെച്ചാൽ, വെസൽ എടുത്തു കഴിഞ്ഞാൽ വെസലിൽ ഉള്ളിൽ പ്രോട്ടീൻസ് ഉണ്ട്, പ്ലാസ്മയിൽ പ്രോട്ടീൻ ഉണ്ട്, പുറത്ത് പ്രോട്ടീൻ ഇല്ല. പക്ഷേ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മാനേജ് ചെയ്യണം. അപ്പോൾ അവൻ എന്ത് ചെയ്യും? പ്രോട്ടീൻസ് പുറത്തു പോകാൻ നോക്കും. നടക്കുമോ? ഇല്ല. കാരണം എൻഡോത്തീലിയൽ കാപ്പിലറീൻ്റെ ഇടയിലുള്ള പോർസിന് അത്രയും എളുപ്പമില്ല. അപ്പോൾ പ്രോട്ടീന് പുറത്തു പോകാൻ പറ്റില്ല. പകരം അവൻ എന്ത് ചെയ്യാം? പുറത്തുള്ള വെള്ളത്തിന് ഉള്ളിലേക്ക് വലിക്കാം. പുറത്തുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ലിക്വിഡിന് ഉള്ളിലേക്ക് വലിക്കാം. പ്രോട്ടീന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പകരം അവന് പുറത്തുള്ള ആളെ ഉള്ളിലേക്ക് വലിക്കാം. അപ്പോൾ ആ ഒരു വലി, the pressure exerted by the proteins in the blood plasma, prominently albumin, that draws the water back into capillary. അതാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയും പുറത്തേക്ക്, അതായത് എൻഡോത്തീലിയൽ വാളിലേക്ക് കൊടുക്കുന്നു. ഓസ്മോട്ടിക് പ്രഷർ ഉള്ളിലേക്കും കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ബാലൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ സ്റ്റാർലിംഗ് ഹൈപ്പോത്തസിസ്. ഇതിൽ ഒരാൾ കൂടിയാൽ അതനുസരിച്ച് മാറും. ഇപ്പോൾ ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടിയാൽ ലൂമിലുള്ള ആളെന്താവും? പുറത്തേക്ക് പോകും. ഓങ്കോട്ടിക് പ്രഷർ കൂടി കഴിഞ്ഞാലോ, അതായത് ഓങ്കോട്ടിക് കൂടി ഹൈഡ്രോസ്റ്റാറ്റിക് കുറഞ്ഞു, അപ്പോൾ എന്ത് സംഭവിക്കും? പുറത്തുള്ള ആൾ ഉള്ളിലേക്ക് വരും. ഈ രണ്ട് പ്രഷറിൻ്റെ മാനേജിന് പറയുന്ന പേരാണ് സ്റ്റാർലിംഗ് ഹൈപ്പോത്തസിസ്. ഇത്രേ ഉള്ളൂ സാധനം.
ഓക്കെ, അപ്പോൾ സ്റ്റാർലിംഗ് ഹൈപ്പോത്തസിസ് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അതിൽ ലാസ്റ്റ് 2-3 പോയിൻറ്റ്. ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ പ്രോട്ടീൻ, അതായത് നമ്മൾ നേരത്തെ പ്രോട്ടീൻ്റെ ഇത് പറഞ്ഞില്ലേ, അതായത് ലൂമിൻ്റെ പുറത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് കുറവ്, അത് തന്നെ ഉള്ളൂ. അത് ഈ 3 പോയിൻറ്റ്. പിന്നെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ, പ്രോട്ടീൻ കനോട്ട് ക്രോസ് ദ കാപ്പിലറി. പ്രോട്ടീൻ കനോട്ട് ക്രോസ് ദ കാപ്പിലറി, ഈ പോയിൻറ്റ് മുൻപ് പറഞ്ഞിട്ടുണ്ട്. മുൻപ് നമ്മൾ PCD DCD ഗ്ലോമർലെസ് ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് കാപ്പിലറി എൻഡോത്തീലിയത്തിന് ഇത്ര പോറിന് ഇത്ര സൈസേ ഉള്ളൂ, അപ്പം അലൂമിനിയം സൈസ് കൂടുതലാണ്, അപ്പോൾ അതനുസരിച്ച് പോകില്ല എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റും അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഗ്ലോമറുലാർ കാപ്പിലറി പ്രഷർ. നമുക്കിവിടെയുള്ള പ്രഷറുകൾ നോക്കാം. അപ്പം നമുക്ക് ഇവിടെയുള്ള പ്രഷറുകൾ നോക്കാം. ഗ്ലോമറുലാർ കാപ്പിലറി പ്രഷർ ഇൻക്രീസസ്. അപ്പം വാട്ടർ ആൻഡ് സൊല്യൂട്ട് ഫോഴ്സ് ടു മൂവ് ടു കാപ്പിലറി.